ദൈവനാമത്തിന് മഹത്വം. പഴയ നിയമവിശുദ്ധന്മാരുടെ പുനരുത്ഥാനം എപ്പോഴാണ് സംഭവിക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരമാണ് ഈ എപ്പിസോഡിൽ, ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഉൽപ്രാവണത്തെക്കുറിച്ച് വിശദീകരിച്ച് വരുമ്പോൾ വ്യക്തമാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ആ പദവി പരിശുദ്ധാത്മ സ്നാനം ഏറ്റവരോടുള്ള ബന്ധത്തിൽ മാത്രം പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സത്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ എന്ന ഗണത്തിൽ പഴയ നിയമ വിശുദ്ധന്മാർ ഉൾപ്പെടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാപണത്തിങ്കൽ അവരോടുകൂടെ പഴയ നിയമവിശുദ്ധന്മാർ ഉൽപ്രാപണം ചെയ്യപ്പെടുന്നില്ല എങ്കിൽ, പഴയ നിയമവിശുദ്ധന്മാരുടെ പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴാണ്? വളരെ വ്യക്തമായ ഉത്തരം തിരുവെഴുത്ത് നമുക്കത് സംബന്ധമായിട്ട് നൽകുന്നുണ്ട്. ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഈ 1-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു: ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം. ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടം. ഇതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് പ്രകാരമാണ്: ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടം. ആ കഷ്ടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മഹോപദ്രവത്തെക്കുറിച്ച് വിശദീകരിച്ച് വരുമ്പോൾ ദാനിയേൽ പറയുകയാണ്, ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടമുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം ഇങ്ങനെയാണ്: അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അതിനെ തുടർന്ന് ഒരു പുനരുത്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. അടുത്ത ഭാഗം: എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഈ 1-ാം വാക്യം ആരംഭിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ആ കാലം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ 11-ാം അധ്യായം 44-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം. 11-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അത് എതിർ ക്രിസ്തുവിന് അന്ത്യം സംഭവിക്കുന്ന വിഷയമാണ് അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്യം കൂടെ വായിക്കുന്നു. ദാനിയേൽ പ്രവചനം 11:44. എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയില്ല. അപ്പോൾ 11-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ അന്ത്യത്തെക്കുറിച്ച്, അവസാനത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അടുത്ത അധ്യായം ആരംഭിക്കുന്നത് ആ കാലത്ത്. അപ്പോൾ മൃഗത്തിന് അന്ത്യം സംഭവിക്കുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് വിശദീകരിച്ച് വരുമ്പോഴാണ് അന്ന് നിന്റെ ജനം, ദാനിയേലിൻ്റെ ജനം, ഇസ്രായേൽ ജനം, അന്ന് നിന്റെ ജനം
പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഇസ്രായേലിൻ്റെ വിടുതൽ, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് എപ്പോഴാണ്? മൃഗത്തിന് അന്ത്യം സംഭവിച്ച അനന്തരം, എതിർ ക്രിസ്തുവിന് അന്ത്യം സംഭവിച്ച അനന്തരമാണ് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത്. അന്ന് നിന്റെ ജനം, ഒന്നാം വാക്യത്തിൽ നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. അപ്പോൾ നിന്റെ സ്വജാതിക്കാർ, നിന്റെ ജനം എന്നീ പ്രയോഗങ്ങൾ വളരെ വ്യക്തമാണ്. ദാനിയേലിൻ്റെ ജാതിക്കാർ, ദാനിയേലിൻ്റെ ജനം, അവരുടെ രക്ഷ, അവരുടെ വിടുതൽ, അവരുടെ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത് മഹാപീഡനാനന്തരമാണ്. എന്നിട്ട് അടുത്ത വാക്യം, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. അപ്പോൾ ഈ മഹാപീഡനാനന്തരം ഒരു പുനരുത്ഥാനമുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് തിരുവെടുത്ത് പറയുന്നുണ്ട്, മഹാപീഡനാനന്തരം. അപ്പം മഹാപീഡനാനന്തരമുള്ള ആ പുനരുത്ഥാനമാണ്, അവിടെയാണ് പഴയ നിയമ വിശുദ്ധന്മാർ പുനരുത്ഥാനം ചെയ്യാനായിട്ട് പോകുന്നത്. അത് വിവിധ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. ദാനിയേൽ പ്രവചനം 12:3 കൂടെ ശ്രദ്ധിക്കുക. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അപ്പോൾ ഒന്നാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെ പരാമർശിച്ചിരിക്കുന്നു. രണ്ടാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. മൂന്നാമത്തെ വാക്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിഫലം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അപ്പോൾ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ 3 വാക്യങ്ങൾ, ഒന്നാമത്തെ വാക്യം ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ചും രണ്ടാമത്തെ വാക്യത്തിൽ ഇസ്രായേലിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും പരാമർശിച്ചിട്ട് മൂന്നാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിഫല വിഭജനത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ആ കാലത്ത് ഇസ്രായേലിന് വിടുതൽ, നിന്റെ സ്വജാതിക്കാർക്ക്, നിന്റെ ജനത്തിന് വിടുതൽ എന്ന് പറയുമ്പോൾ നിത്യജീവന് അർഹതയുള്ള ഇസ്രായേല്യ മൃതന്മാരുടെ ഉയിർപ്പും ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പും ഇസ്രായേലിൻ്റെ പ്രതിഫല വിഭജനവും സംഭവിക്കുവാൻ പോകുന്നത് ഈ മഹാപീഡനാനന്തരമാണ്. മഹാപീഡനാനന്തരം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപായിട്ട്, മഹാപീഡനാനന്തരം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെട്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുക എന്ന ഒരു അനുഭവം പഴയ നിയമ വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടേയില്ല. അത് വളരെ വ്യക്തമായിട്ട് ആ ഡിസ്റ്റിങ്ഷൻ, ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മേഘങ്ങളിൽ എടുക്കപ്പെട്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുന്ന ഒരു അനുഭവം പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ല. അവർ അതിനായി കാത്തിരുന്നിട്ടില്ല. അപ്പോൾ സഭയോടുകൂടെ അവരും ഉയർത്തെഴുന്നേൽക്കും, അവരും പുനരുത്ഥാനം ചെയ്യുമെന്ന് പഠിപ്പിക്കുന്നത് മൗഢ്യമാണ്. പഴയ നിയമത്തിൽ മഹാപീഡനത്തെക്കുറിച്ച് പ്രവചനമുണ്ട്, രാജ്യസ്ഥാപനത്തെക്കുറിച്ച് പ്രവചനമുണ്ട്, മശിഹായുടെ പുനരാഗമനത്തെക്കുറിച്ച് പ്രവചനമുണ്ട്. എന്നാൽ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടുക എന്നൊരനുഭവം പഴയ നിയമ പുസ്തകത്താളുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു വാഗ്ദത്തം അവർക്ക് നൽകപ്പെട്ടിട്ടുമില്ല. അപ്പോൾ മഹാപീഡനാനന്തരമാണ് അവർ പുനരുത്ഥാനം ചെയ്യപ്പെടാനായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ അതിനാധാരമായിട്ട് ചില തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ചില തെളിവുകൾ നമുക്ക് ശ്രദ്ധിക്കാം. മഹാപീഡനാനന്തരം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപാണ് പഴയ നിയമ വിശുദ്ധന്മാർ പുനരുത്ഥാനം ചെയ്യുന്നത്. സഭയോടുകൂടെ ഒരു ഉൾപ്രാപണം, അല്ലെങ്കിൽ അവർ എടുക്കപ്പെടുന്നില്ല, മരിച്ചവർ ഉയർക്കുന്നില്ല, പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം അപ്പോൾ സംഭവിക്കുന്നില്ല എന്നതിന് തെളിവായിട്ടൊരു വേദഭാഗം ശ്രദ്ധിക്കുക. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം തന്നെ അതിൻ്റെ 13-ാമത്തെ വാക്യം വളരെ വ്യക്തമാണ്. ദാനിയേൽ പ്രവചനം 12:13 ഇങ്ങനെയാണ്: നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അപ്പോൾ ദാനിയേലിന് പുനരുത്ഥാനം സംഭവിക്കുവാൻ പോകുന്നത് എപ്പോഴാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ വാക്യത്തിൽ കാണാം. ദാനിയേലിനോട് പറയുകയാണ്, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അപ്പോൾ ദാനിയേൽ പുനരുത്ഥാനം ചെയ്യുവാൻ പോകുന്നത്, ദാനിയേൽ തൻ്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുന്നത് കാലാവസാനത്തിലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എൻഡ് ഓഫ് ദി ഏജ്, കാലാവസാനം. ഏതാണ് ഈ കാലാവസാനം? ദാനിയേൽ പുനരുദ്ധാനം ചെയ്തു വരാൻ പോകുന്ന, പഴയ നിയമ വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ദാനിയേൽ പുനരുദ്ധാനം ചെയ്തു വരാൻ പോകുന്ന ഈ കാലാവസാനം ഏതാണ്? ലൂക്കോസ് 21:24 നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധന്മാരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. ജാതികളുടെ കാലം തികയുവോളം. ജാതികളുടെ കാലത്തെക്കുറിച്ച് നാം ചിന്തിച്ചതാണ്. വിജാതീയ ലോകരാഷ്ട്രങ്ങൾ യെരൂശലേമിൻ്റെ മേൽ ആധിപത്യം പുലർത്തുവാൻ ദൈവം നിശ്ചയിച്ചതായിരിക്കുന്ന സുദീർഘമായ ഒരു കാലയളവാണ് ജാതികളുടെ കാലം. BC 605 ആദ്യത്തെ വിജാതീയ ലോകരാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നതോടുകൂടെ ആരംഭിച്ച ജാതികളുടെ കാലം ഇനി അവസാനിക്കുന്നത്, അവസാനത്തെ വിജാതീയ ലോക രാജാവായ എതിർ ക്രിസ്തുവിന് അന്ത്യം സംഭവിക്കുന്നതോടുകൂടിയാണ്. ദാനിയേൽ പ്രവചനം വാസ്തവത്തിൽ ആരംഭിക്കുമ്പോൾ ജാതികളുടെ കാലം ആരംഭിക്കുകയാണ്. ദാനിയേൽ പ്രവചനം അവസാനിക്കുമ്പോൾ ജാതികളുടെ കാലം അവസാനിക്കുകയാണ്. ആ പ്രവചന പുസ്തകം സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള ആർക്കും അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യെരൂശലേം ആക്രമണത്തോടുകൂടെ, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ യെരൂശലേം ആക്രമണത്തോടുകൂടെയാണ് ഈ ദാനിയേൽ പ്രവചനം ആരംഭിക്കുന്നത്. ജാതികളുടെ കാലം അപ്പോൾ ആരംഭിക്കുകയാണ്. തുടർന്ന് ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം മേദ്യ പേർഷ്യ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമാ സാമ്രാജ്യം, ഇങ്ങനെയുള്ള സാമ്രാജ്യങ്ങൾ എഴുന്നേൽക്കുന്നത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജാതിയുടെ മേൽ ആധിപത്യം പുലർത്തുന്ന കാലങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ രാജ്യങ്ങളെക്കുറിച്ച്, ദേശങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് വന്നിട്ട് ആ കാലാവസാനത്തെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ കാണുന്നത്. 12:7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ദാനിയേൽ പ്രവചനം 12:7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാലങ്ങളും കാലാർദ്ധവും, മഹാപീഡനത്തിൻ്റെ അവസാനത്തെ 3.5 വർഷത്തെക്കുറിച്ച് കാലങ്ങളും കാലാർദ്ധവും എന്നൊരു പരാമർശം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. ആ കാലാവസാനത്തിങ്കലാണ്, അതായത് ജാതികളുടെ കാലം അവസാനിച്ചനന്തരമാണ് ദാനിയേൽ പുനരുദ്ധാനം ചെയ്തു വരാൻ പോകുന്നത്. നീ പൊയ്ക്കൊള്ളുക, നീ കാലാവസാനത്തിങ്കൽ, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റു വരും. അപ്പോൾ ജാതികളുടെ കാലത്തിന് അന്ത്യം കുറിച്ചനന്തരം, ജാതികളുടെ കാലത്തിന് പരിസമാപ്തി വന്നതിനപ്പുറം, എതിർ ക്രിസ്തുവിന് അന്ത്യം സംഭവിച്ചതിനപ്പുറമാണ്, അതിന് ശേഷമാണ് ദാനിയേൽ പുനരുദ്ധാനം ചെയ്തു വരാൻ പോകുന്നത്. അവിടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ വിശദീകരിക്കാൻ ആവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ മുൻപ് പരാമർശിച്ചതാണെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ലളിതമായിട്ട് ചുരുക്കമായിട്ട് ഞാനത് വിശദീകരിക്കാം. യഹൂദന്മാർ കാലത്തെ 2ആയിട്ട് വിഭജിച്ചാണ് പഠിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നത്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വാക്യം വായിച്ചാൽ, ഈ ലോകത്തിലും വരുവാനുള്ളതിനും, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, ഈ ലോകത്തിലും വരുവാനുള്ളതിലും, ദിസ് ഏജ് ആൻഡ് ദ ഏജ് ടു കം, ഈ കാലത്തിലും വരുവാനുള്ള കാലത്തിലും, ഈ കാലം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ദുഷ്ടലോകമാണ്, വരുവാനുള്ള കാലം എന്ന് പറയുന്നത് മശിഹായുടെ കീഴിലുള്ള ഭരണമാണ്. അപ്പോൾ മശിഹ ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുൻപ്, അല്ലെങ്കിൽ വരുവാനുള്ള കാലം ആരംഭിക്കുന്നതിന് മുൻപ്, ഇപ്പോഴുള്ള കാലം അവസാനിച്ചനന്തരം വരുവാനുള്ള കാലം ആരംഭിക്കുന്നതിന് മുൻപായിട്ടാണ് ഇസ്രായേൽ അല്ലെങ്കിൽ പഴയ നിയമവിശുദ്ധന്മാരുടെ പുനരുദ്ധാനം സംഭവിക്കാൻ പോകുന്നതെന്ന് തിരുവെഴുത്ത് അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. ഇനി അതിന് മറ്റൊരു തെളിവ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ. ഇത് പഴയ നിയമവിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഭക്തനായ ഇയ്യോബിൻ്റെ വാക്കുകളാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-26 വാക്യങ്ങൾ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഇയ്യോബ് എപ്പോഴാണ് ദൈവത്തെ കാണുന്നത്? ദേഹസഹിതനായി, പുനരുത്ഥാന ശരീരത്തോടുകൂടെ ഇയ്യോബ് എപ്പോഴാണ് ദൈവത്തെ കാണുന്നത്? ഇയ്യോബ് പറയുകയാണ്,
എന്നെ വീണ്ടെടുക്കുന്നവനും ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ ആ വാക്യം വായിച്ചാൽ, അറ്റ് ദ ലാസ്റ്റ് ഹി വിൽ ടേക്ക് ഹിസ് സ്റ്റാൻഡ് ഓൺ എർത്ത്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ ഭൂമിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്നിട്ട് പറയുന്നു, ഈവൻ ആഫ്റ്റർ മൈ സ്കിൻ ഈസ് ഡിസ്ട്രോയിഡ് യെറ്റ് ഫ്രം മൈ ഫ്ലഷ് ഐ ഷാൾ സീ ഗാഡ്. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ അവനെ കാണും. എപ്പോഴാണ്? എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഭൂമിമേൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അവൻ്റെ കാല് ഒലിവുമലയിൽ കുത്തുന്ന ഒരു സമയമുണ്ട്. ഭൂമിയിൽ അവൻ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് ഞാൻ ദേഹസഹിതനായിട്ട് ദൈവത്തെ കാണും. ഇതാണ് ഭക്തനായ ഇയ്യോബിൻ്റെ പ്രത്യാശ. ദാനിയേലിൻ്റെ പ്രത്യാശ, ദാനിയേലിനോട് നൽകിയ വാഗ്ദത്തം, നീ കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ, ജാതികളുടെ കാലം അവസാനിക്കുന്ന സമയത്ത് നിൻ്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഇയ്യോബ് പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഭൂമിയിൽ നിൽക്കുന്ന സമയമുണ്ട്. അന്ന് എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ അന്ന് ദേഹസഹിതനായി ഒരു പുനരുദ്ധാന ശരീരത്തോടു കൂടെ ഞാൻ അവനെ കാണും. വളരെ വ്യക്തമായിട്ട് ഇയ്യോബ് പറയുകയാണ്. അങ്ങനെയെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം എന്നുള്ളത് സഭയുടെ ഉൽപ്രാമണത്തോടു കൂടെയല്ല സംഭവിക്കുന്നത്. അത് സംഭവിക്കാനായിട്ട് പോകുന്നത് മഹാപീഡനാനന്തരം യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയോടനുബന്ധിച്ചാണ് ആ പുനരുദ്ധാനം നടക്കാനായിട്ട് പോകുന്നത്. വീണ്ടും ഒരു തെളിവ് കൂടെ പരിശോധിച്ച് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 20-ന്റെ 4 ഇങ്ങനെയാണ്. മഹാപീഡനാനന്തരം നടക്കുന്ന പുനരുദ്ധാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിന് 1-ാമത്തെ പുനരുദ്ധാനം എന്നും വിളിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മഹാപീഡനാനന്തരം 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ യോഹന്നാൻ ദർശിക്കുന്നത്. അപ്പോൾ ആ പുനരുത്ഥാനത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന പീഡനാനന്തരം യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപുള്ളതായിരിക്കുന്ന ആ പുനരുത്ഥാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അപ്പോൾ നിശ്ചയമായിട്ടും പീഡനാനന്തരം ഒരു പുനരുത്ഥാനമുണ്ട്, 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഒരു പുനരുത്ഥാനമുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ വാക്യങ്ങൾ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട്, ഈ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് പോലെ നമ്മളത് കൃത്യമായിട്ടൊന്ന് വിഭജിച്ചാൽ അവിടെ 1-2 കൂട്ടരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ന്യായവിധിയുടെ അധികാരം ലഭിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു കൂട്ടർ. ന്യായവിധിയുടെ അധികാരം ലഭിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു കൂട്ടർ. ആ വാക്യം ഇങ്ങനെയാണ്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, ഐ സോ ത്രോൺസ്, ഞാൻ സിംഹാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അപ്പോൾ യോഹന്നാൻ കാണുകയാണ്, സിംഹാസനങ്ങളെ കാണുന്നു, ആ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരെ കാണുന്നു, അവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ന്യായവിധിയുടെ അധികാരം ലഭിക്കുന്നത് യോഹന്നാൻ കാണുകയാണ്. അപ്പോൾ അത് പുനരുത്ഥാനം പ്രാപിച്ച ഒരു കൂട്ടരാണ്, നേരത്തെ പുനരുത്ഥാനം പ്രാപിച്ച ആളുകളാണ്. അവർ സിംഹാസനങ്ങളിൽ അപ്പോൾ ഇരിക്കുകയാണ്, അവർക്ക് ന്യായവിധിയുടെ അധികാരം ലഭിക്കുകയാണ്. അത് നേരത്തെ പുനരുത്ഥാനം പ്രാപിച്ച കൂട്ടരാണ്. എന്നാൽ യോഹന്നാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ന്യായവിധിയുടെ അധികാരം ലഭിച്ച് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ ഒരു പുനരുത്ഥാനം നടക്കുന്നതായിട്ട് യോഹന്നാൻ കാണുകയാണ്.
യേശുവിൻ്റെ സാക്ഷ്യവും ദൈവത്തിൻ്റെ വചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. ആത്മാക്കളെ കണ്ടു, അവർ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ വാഴുകയാണ്. അപ്പം ജീവൻ ലഭിക്കുന്ന ആത്മാക്കൾ, പുനരുത്ഥാനം പ്രാപിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണുകയാണ്. അപ്പോൾ 2 കൂട്ടരെ കാണുന്നു. ഒന്ന് പുനരുത്ഥാനം പ്രാപിച്ച് സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു, അവർക്ക് ന്യായവിധിയുടെ അധികാരം ലഭിക്കുകയാണ്. ആ സമയത്ത് മറ്റൊരു കൂട്ടർ പുനരുത്ഥാനം പ്രാപിച്ച് വരികയാണ്. അപ്പോൾ 2 കൂട്ടരും വ്യത്യസ്ത കൂട്ടങ്ങളാണ് എന്ന വിശദീകരണങ്ങൾ വളരെ വ്യക്തമാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവർ ആരാണ്? നിലവിൽ പുനരുത്ഥാനം പ്രാപിച്ച് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന കൂട്ടർ ആരാണ്? ആ പുനരുത്ഥാനം പ്രാപിച്ച കൂട്ടർ ആരാണ്? അത് എളുപ്പമാണ് അത് ആരെന്ന് കണ്ടെത്തുവാനായിട്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് 3:21, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. രക്ഷിത ഗണത്തിൽ സിംഹാസനം വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ളത് സഭയ്ക്ക് മാത്രമാണ്. മത്തായി 19:28 ലൂക്കോസ് 22:29-30 വാക്യങ്ങളൊക്കെ വായിച്ചാൽ അത് വളരെ വ്യക്തമാണ്. രക്ഷിത ഗണത്തിൽ സിംഹാസനം വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ളത് സഭയ്ക്ക് മാത്രമാണ്. സിംഹാസനം മാത്രമല്ല, ന്യായവിധിയുടെ അധികാരം. ആ ഇരിക്കുന്ന ആളുകൾക്ക് ന്യായവിധിയുടെ അധികാരം ലഭിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിക്കുവാൻ നിങ്ങൾ അയോഗ്യരോ? അപ്പോൾ സിംഹാസനം മാത്രമല്ല, ന്യായവിധിയുടെ അധികാരം അതാർക്കാണ് ലഭിക്കുന്നത്? അത് സഭയ്ക്കാണ്. സഭയ്ക്ക് ന്യായവിധിയുടെ അധികാരം ലഭിക്കുകയാണ്. വിശുദ്ധന്മാർ ലോകത്ത് വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെയെങ്കിൽ സഭ പുനരുത്ഥാനം പ്രാപിച്ച് സിംഹാസനങ്ങളിൽ ഇരുന്ന് ന്യായവിധിയുടെ അധികാരം പ്രാപിക്കുന്ന സമയത്ത് മറ്റൊരു കൂട്ടർ പുനരുത്ഥാനം ചെയ്യുന്നതായിട്ട് യോഹന്നാൻ കാണുകയാണ്. അപ്പോൾ 2 വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്ന പുനരുത്ഥാനമാണ് എന്നത് നിസ്തർക്കമാണ്. ദാനിയേലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാലും ഇയ്യോബിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാലും അവിടെയെല്ലാം അവരുടെ പുനരുത്ഥാനം യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയോടനുബന്ധിച്ചാണെന്ന് വ്യക്തമായ തെളിവുകൾ കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, മഹാപീഡനാനന്തരം അല്ലെങ്കിൽ മഹത്വപ്രത്യക്ഷതയോടനുബന്ധിച്ച് ഒരു പുനരുത്ഥാനം നടക്കുന്നുണ്ട് എന്നുള്ളതും തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിരിക്കുമ്പോൾ ദൈവ സഭയോടുകൂടെ അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാപണത്തിങ്കൽ അവരും പുനരുത്ഥാനം ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് വചനത്തിന് അന്യമായൊരാശയമായിട്ട് മാത്രമേ കാണുവാൻ എനിക്ക് നിർവാഹമുള്ളൂ. അതുകൊണ്ട് ഓർക്കുക, പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം എന്നുള്ളത് അതൊരിക്കലും ദൈവസഭയുടെ ഉൽപ്രാപണത്തിങ്കൽ നടക്കുന്ന ഒരു കാര്യമല്ല. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ അത് ദൈവസഭയുടെ ഉൽപ്രാപണം മാത്രമാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ പെന്തക്കോസ്ത് നാൾ മുതൽ ആ ഉൽപ്രാപണ സമയം വരെയുള്ള ക്രിസ്തുവിൽ മരിച്ചതായിരിക്കുന്ന സഭാവിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ മാത്രം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം എന്നുള്ളത്. അത് സംഭവിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയോടനുബന്ധിച്ച് 1000-ാം ആണ്ട് വാഴ്ചയ്ക്ക് മുൻപായി മഹാപീഡനാനന്തരമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്ത് പറയുന്നു. ആ സത്യങ്ങളോട് നീതി പുലർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനാഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.